എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് യഥാസ്ഥാപനം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. അതിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 3:21 ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ഒരു യഥാസ്ഥാപന കാലത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. യഥാസ്ഥാപനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർവാവസ്ഥയുടെ പുനഃസ്ഥാപനമെന്ന. ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥ ഏതോ അതിലേക്ക് കാര്യങ്ങൾ മടക്കി കൊണ്ടുവരിക എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ക്രൈസ്തവ ലോകത്തിന് വ്യക്തമായ ഒരു ധാരണയില്ലെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പല ഉപദേശങ്ങളിൽ കൂടിയും പറയുന്ന ആശയങ്ങൾ ഈ യഥാസ്ഥാപനവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വിധത്തിലാണ്. അപ്പം എന്താണ് പൂർവ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഏദനിൽ ആദിമ പൂർണ്ണതയിൽ മനുഷ്യൻ കഴിഞ്ഞിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അന്ന് ദൈവം മനുഷ്യനുമായിട്ട് സംസർഗം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലം വളരെ നീണ്ടു നിന്നില്ല. അനുസരണക്കേടിൻ്റെ ഫലമായി ദൈവവും മനുഷ്യനും തമ്മിൽ ശത്രുത ആവുകയും ദൈവത്തിൻ്റെ ആദിമ ഉദ്ദേശങ്ങൾ നടപ്പാക്കുവാൻ ദൈവം വിസമ്മതിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആദാമിനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ കഴിഞ്ഞ അവരുടെ കാലം അത് അനുഗ്രഹ കാലമായിരുന്നു. അതാണ് പൂർവ അവസ്ഥ. ഈ പൂർവ അവസ്ഥ വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ദൈവം അത് തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ദൈവം പരാജയപ്പെട്ടെന്നുള്ള ഒരു ചിന്താഗതിയാണ് പിശാചിനും മറ്റുള്ള ആളുകൾക്കും ഉണ്ടാകാവുന്നത്. പക്ഷെ ഈ അവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ ഒരു സമയം കൃത്യമായി ദൈവം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. യേശുക്രിസ്തു ഒന്നാമത് വരികയും മനുഷ്യന് വേണ്ടി ഒരു മറുവിലയായി തീരുകയും ചെയ്തു. എന്നാൽ ഉടനെ തന്നെ ഈ യഥാസ്ഥാപന വേല ആരംഭിച്ചില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം മനുഷ്യരാശി പാപത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും പരിണിത ഫലങ്ങൾ അനുഭവിച്ചറിയുവാൻ കുറേ കാലത്തേക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാത്താൻ്റെ കീഴിൽ മനുഷ്യവർഗം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു അവസരമായി മനുഷ്യരാശിക്ക് ഇത് നൽകപ്പെടുന്നതെന്നാണ്. ഏതെനിൽ വെച്ച് ദൈവം പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിയുമെന്നാണ്. അപ്പോൾ ആദാമ്യ സന്തതി പരമ്പരകൾക്ക് നന്മ തിന്മകളെ അനുഭവിച്ചറിഞ്ഞ പാഠങ്ങൾ മനസ്സിലാക്കുവാനുള്ള ആയുസ് മാത്രമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവ പരിചയത്തിൻ്റെ പേരിൽ മാനവരാശിയെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലത്തുള്ള ന്യായവിധിയിൽ അവരെ അനുസരണത്തിനായി പരിശോധിക്കും എന്നാണ്. ഈ പരിശോധന കാലഘട്ടം ആരംഭിക്കുന്നത് എന്നാണ് അപ്പോൾ മുതൽ യഹോവയുടെ ഭരണം ആരംഭിക്കുകയും മനുഷ്യരാശിക്ക് ആശ്വാസകാലങ്ങൾ വരികയും ചെയ്യുമെന്നാണ്. അപ്പം ആശ്വാസകാലങ്ങൾ എന്ന് പറയുന്നതിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും കെടുതിയിൽ നിന്ന് എന്നേക്കുമുള്ള മോചനം
മനുഷ്യന് ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ആശ്വാസകാലങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാരുടെയും പിതാക്കന്മാരുടെയും കാലം മുതൽ ദൈവം ഈ വലിയ പ്രത്യാശയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയുടെ പൂർവ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരിക, അതുപോലെ മനുഷ്യരാശിയെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരിക. അപ്പോൾ ഇത് സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ്. അപ്പോൾ ഒന്നാം വരവ് കൊണ്ട് ഉദ്ദേശിച്ച ഫലം മനുഷ്യരാശിക്കൊരു മറുവിലയായി തീരുക എന്നുള്ളതാണ്. രണ്ടാമത് മറുവിലയുടെ ഫലം അനുഗ്രഹം എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. ചെവിയുള്ളവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അപ്പോ ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ ഒരു പരീക്ഷയാണ് നടക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വാഴ്ച ആരംഭിക്കുന്ന കാലത്ത് ഓരോ വ്യക്തിക്കും ഒരു പരീക്ഷയിൽ അകപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. ഈ പരീക്ഷയിൽ ജയിക്കണം. അത് തോൽക്കുന്നവന് പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ അനുവാദം കിട്ടിയിരുന്നതാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവവൃക്ഷത്തിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞ ആ ജീവവൃക്ഷം വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നു, ജീവവൃക്ഷത്തിൻ്റെ ഫലം. അപ്പോൾ അത് അനുസരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഫലം ലഭിക്കുന്നതെന്നാണ്. ഏദൻ തോട്ടത്തിൽ നൽകിയ കൽപ്പന, ഈ വൃക്ഷഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ളത് ആണെങ്കിൽ, അതിന് സമാനമായി പുതിയ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ വ്യവസ്ഥിതിയിൽ നൽകപ്പെടുന്ന പ്രമാണം, പുത്രനെ അനുസരിക്കുന്നവന് ജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം മരണത്താൽ സംഹരിക്കപ്പെടും എന്നുള്ള വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇന്ന് ക്രിസ്തുവിനെ അനുസരിക്കാതെയും അംഗീകരിക്കാതെയും അറിയാതെയും വിശ്വസിക്കാതെയും ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും ഈ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്ത് ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയുവാനുള്ള അവസരം നൽകപ്പെടും. ഈ അവസരത്തിന് നൽകപ്പെടുന്ന കാലം 100 വയസ്സാണ്. 100 വയസ്സിനകത്ത് ഓരോ വ്യക്തിയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന് അവകാശിയാണെന്ന് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്നാണ്. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം എത്ര നാൾ കഴിക്കുന്നുവോ അത്രയും കാലം ആദാമിന് ജീവിച്ചിരിക്കാമായിരുന്നു. എന്നാൽ ആദാം വളരെ ദീർഘകാലം ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ കഴിയാതെ വന്നതോടുകൂടി അദ്ദേഹം 930 സംവത്സരം ജീവിച്ചിരുന്ന് മരിക്കുകയും ചെയ്തു. അപ്പം ദൈവത്തിൻ്റെ ആദിമ ഉദ്ദേശം പുനഃസ്ഥാപിക്കുവാൻ യേശുക്രിസ്തുവിനെയാണ് മധ്യസ്ഥനായും രക്ഷകനായും രാജാവായും യഹോവയായി ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് പിതാവായ ദൈവത്തിൻ്റെ തീരുമാനത്തിലാണ് സമയം ഇരിക്കുന്നത്. ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇവിടെ അയക്കുന്ന പിതാവും അയക്കപ്പെടുന്ന ക്രിസ്തുവും
രണ്ട് വ്യക്തികളാണെന്നുള്ള തിരിച്ചറിവ് കൂടെ ഇത് ഈ രക്ഷയ്ക്കുള്ള അറിവിൻ്റെ ഒരു വലിയ ഉദ്ദേശമാണ്. ഈ വിധത്തിൽ തിരുവെഴുത്തുകളെ എല്ലാവരും വേറിട്ട് മനസ്സിലാക്കുകയും പിതാവായ ദൈവത്തെയും അവൻ്റെ രാജ്യത്തെയും പ്രത്യാശ വച്ചുകൊണ്ട് ഈ ലോകത്തിൽ വിശ്വാസത്തോടും സുബോധത്തോടും കൂടെ ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നു.